പ്രണയികൾക്കായി ഇതാ ഒരു ദൈവം. ആത്മാവിൽ എഴുതിയ പ്രണയങ്ങളെ തകർക്കാൻ ആര് ശ്രമിച്ചാലും തടയിടുന്ന ഒരു ദൈവം. പണ്ടൊരു പ്രണയത്തിന്റെ തീവ്രമായ ആത്മാർത്ഥതയിൽ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഈ മരങ്ങളായി മാറിയ രണ്ട് പ്രണയികൾ സാക്ഷി. തകർന്നു പോകുമായിരുന്ന എത്ര പ്രണയങ്ങൾക്ക് ഇവിടം താങ്ങും തണലുമായി. ആത്മാർത്ഥതയില്ലാത്ത പ്രണയത്തിന്റെ ചതിക്കുഴികളിൽ അഭയമായി. വരൂ പ്രണയികളെ, നിങ്ങൾക്കായി ഇതാ ഒരമ്പലം. പണ്ടൊരു യുവാവ് അതിസുന്ദരിയായ ഒരു ബ്രാഹ്മണ യുവതിയെ പ്രണയിച്ചു. ഒരു നാളും അകലാനാകാത്തത്ര ആഴത്തിലുള്ള ഒരടുപ്പം അവർക്കിടയിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ജാതീയത, അയിത്തം ഇതൊക്കെ കൂടിക്കെട്ടിയിരുന്ന കാലഘട്ടം, ജന്മിത്വത്തിന്റെ കാലം. അന്നൊരു സാധാരണ ഒരു പുലയ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനും അവിടുത്തെ ഒരു വലിയ ബ്രാഹ്മണ പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായി. അത് നമ്മുടെ ഈ സ്ഥലത്തല്ലത്, അത് വടക്കൻ ദേശത്തെവിടെയാണ്. ജന്മികളായിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധം അംഗീകരിക്കാനായില്ല. പല വിധേനയും അവരെ തമ്മിൽ അകറ്റാൻ അവർ ശ്രമിച്ചു. പക്ഷേ തന്റെ ഹൃദയം കവർന്ന പുരുഷനെ ഉപേക്ഷിക്കാൻ ആ പെൺകുട്ടി തയ്യാറായില്ല. അതിന്റെ പേരിൽ ഒരുപാട് കൊടിയ മർദ്ദനങ്ങൾക്ക് ഇവര് അനുഭവിക്കുകയുണ്ടായി. ആര്? ഈ പെണ്ണും ഈ ചെറുക്കനും. അങ്ങനെ ഒരു ദിവസം ഇയാളെ തല്ലി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അടിച്ച് അവശനാക്കിയിട്ട സമയത്ത് ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒരു പുറ്റിനകത്ത് കയറി പിടിക്കുകയാണ്. മർദ്ദനമേറ്റ് തളർന്ന ആ യുവാവ് നിലത്ത് കിടന്ന ഒരു വടിയിൽ പിടിച്ചു. അതോടെ കഥയാകെ മാറി. ആ പിടിച്ചപ്പോഴ് അത്ഭുതകരമായിട്ട് മറ്റേ നമ്മുടെ വേതാളത്തെ ആവാഹിച്ച മന്ത്രവാദിയുടെ ഊന്നുവടിയായിരുന്നു കയ്യിൽ കെട്ടിയത്. അതൊരു വേതാളത്തെ ആവാഹിച്ചു കളഞ്ഞ വടിയായിരുന്നു. ആ വടിയിൽ പിടിച്ചതോടെ വേതാളം മോചിതനായത്. ഈ സമയത്ത് വേതാളം പ്രത്യക്ഷപ്പെടുകയും, അല്ലയോ സുഹൃത്തെ, നീ എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇതിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്. നിന്നെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് പറയും. അത് ഞങ്ങളിതുപോലെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളെ ഒന്നിപ്പിക്കണം. വേതാളം പോലെ ഒരു കാര്യം ചെയ്യാം, ഞാനെന്താ ചെയ്യേണ്ട, അത് ഇവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകണം. ഇനി ആരാണ് ഈ വേതാളമെന്നല്ലേ? വിക്രമാദിത്യന്റെ വേതാളമാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭദ്രകാളിയുടെ വാഹനമാണത്രേ ഈ വേതാളം. വിക്രമാദിത്യ വേതാളം എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ, ഒരു ചിത്രകഥയിലൊക്കെ നമ്മൾ കുട്ടിക്കഥ പോലെ അല്ലെ വിക്രമാദിത്യനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്വദേശ കഥയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. ഭദ്രകാളി വാഹനമാണ് സാക്ഷാൽ വേതാളം. ദാരിക യുദ്ധം കഴിഞ്ഞ ശേഷം ഭദ്രകാളിയും വേതാളവും രണ്ടായി പിരിയുകയും ഭദ്രകാളി ദേവി നമ്മുടെ സൂര്യകാലടി മനയിൽ അവിടുത്തെ പരദേവതയാണ്, അവിടെ വന്ന് കുടിയിരിക്കുകയും ചെയ്തപ്പോൾ ഇവരങ്ങളെ സഹോദരന്മാരാണ്. അപ്പൊ ഈ വേതാളത്തിനോട് ഒരു കണ്ടീഷനുണ്ട്. അതായത് ഈ ഒരിക്കലും സഹോദരിയായ ഭദ്രകാളി വേർപെട്ടു പോകത്തില്ല എന്ന് പറയുന്നു. എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സൂര്യകാലടി മനയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച വേതാളത്തെ വഴിയിൽ ഉപേക്ഷിച്ചത്രേ. ഈ വടിയായിരുന്നു ആ യുവാവ് എടുത്തത്. സൂര്യകാലടി മനയിൽ സഹോദരിയെ തിരക്കി ചെന്നപ്പോഴേ സൂര്യകാലടി മനയിൽ വേതാളം എന്ന് പറയുന്ന പ്രപഞ്ച സ്വരൂപനെ ഇരിക്കുവാൻ ഇരിപ്പിടമില്ല. അപ്പൊ അവിടെ അത് വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. ആ കുഴപ്പങ്ങളുണ്ടായ സമയത്ത് ഈ വേതാളത്തിനെ അവിടെ നിന്ന് മാറ്റുവാൻ വേണ്ടി അവര് ഭയങ്കര ഹോമക്രിയകളൊക്കെ നടത്തിയും പൂജകളുമൊക്കെ നടത്തി, അന്നത്തെ മന്ത്രവാദികളൊക്കെ. അപ്പൊ ഇതൊരു
പ്രേതയോനിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു യക്ഷി അങ്ങനെയുള്ളതൊന്നും അല്ലല്ലോ. ഒരു ദൈവിക ചൈതന്യമുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ ഈ മന്ത്രവാദത്തിലൊക്കെ പറയുന്ന പോലെ കാര്യരുമ്പിലോ കാഞ്ഞിരമുട്ടിയിലോ ഒന്നും തന്നെ ഇതിനെ ആവാഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ആ അത്യുഗ്രനായ മന്ത്രവാദി അദ്ദേഹത്തിന്റെ ഊന്നുവടിയിൽ സന്നിവേശിപ്പിച്ചിട്ട് ഈ ഊന്നുവടി കൊണ്ടുവന്ന് കളയുകയായിരുന്നു. വേതാളത്തിന്റെ ചുമലിലേറി ആ കമിതാക്കൾ രക്ഷപ്പെട്ടു. അവരുമായി വേതാളം എത്തിയത് മാവേലിക്കരയ്ക്കടുത്ത് വള്ളിക്കുന്നിലായിരുന്നത്. വടക്ക് നിന്ന് വേതാളത്തിന്റെ ചുമലിലേറി ഈ കമിതാക്കൾ എത്തുകയാണ്. എത്തി ഇവിടെ വരികയും ഇവര് ഓച്ചറയില് വന്ന് ഓച്ചറ ക്ഷേത്രമുണ്ടല്ലോ, വളരെ പ്രശസ്തമായ ക്ഷേത്രം. പരബ്രഹ്മക്ഷേത്രത്തില് വന്ന് പിന്നെ ഭജനം ഇരിക്കുവാൻ വേണ്ടി വന്നതാണെന്നുള്ള വ്യാജേന ഇവിടെ അടുത്ത് മറ്റൊരു വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ എത്തിയിട്ടും പെൺകുട്ടിക്ക് രക്ഷയുണ്ടായില്ല പോലും. ഇവിടത്തെ ജന്മിമാർക്കൊപ്പം കൂടി അവളെ ബന്ധുക്കൾ വീണ്ടും ആക്രമിച്ചു. അപ്പൊ വടക്കുനിന്ന് ഈ പെണ്ണിന്റെ വീട്ടുകാരെല്ലാം കൂടെ ഇവിടെ തിരക്ക് വരികയും ഇവിടുത്തെ ജന്മികളും അവിടുത്തെ ജന്മികളും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഇവരെ ഇവിടുന്ന് ആട്ടിപ്പായിക്കാനും. എന്തുകൊണ്ട് അവരെ ആട്ടിപ്പായിക്കുന്ന അന്നത്തെ ജാതി വ്യവസ്ഥ അന്ന് ഭയങ്കര പ്രശ്നങ്ങളല്ലേ. അപ്പൊ ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു വലിയ പ്രമാണിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ മകളെ അവിടുന്ന് അടിച്ചുകൊണ്ട് പോരുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലമൊന്നും അല്ലല്ലോ, കാലഘട്ടത്തിന്റെ മാറ്റമില്ലേ. അങ്ങനെ ആ അന്നത്തെ പ്രമാണിമാരെല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ജന്മികള് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ആക്രമിച്ച് ഈ കുന്നിൽ വെച്ച് ഇവരെ വളരെ ദാരുണമായിട്ട് വെട്ടുകയായിരുന്നു. വെട്ടുകൊള്ളുന്നത് ഈ പെൺകുട്ടിക്കായിരുന്നു. വെട്ടുകൊണ്ട് മറിഞ്ഞു വീണ ആ പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ താങ്ങിപ്പിടിക്കുകയും എന്റെ അപ്പൂപ്പ എന്റെ വേതാളത്തെ വിളിക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരെ കാണാതാവുകയും ചെയ്തു. അന്ന് അപ്രത്യക്ഷരായ ആ പ്രണയികൾ 2 മരങ്ങളായി മാറി എന്നാണ് കഥ. ആർക്കും അകറ്റാൻ കഴിയാത്തവണ്ണം കെട്ടുപിണഞ്ഞു കിടക്കുന്ന 2 മരങ്ങൾ. പിന്നീട് ഇവർ 2 മരങ്ങളായിട്ട് ഇവിടെ ഉണ്ടാകുകയാണ്. അത്ഭുതകരമായിട്ട് ഇവിടെ നിന്ന് വളർന്നു വരികയായിരുന്നു എന്നാണ് വിശ്വാസം. വർഷങ്ങൾക്ക് ശേഷമല്ല, വളരെ പെട്ടെന്ന് തന്നെ. അതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ. ഈ മരത്തിന് പേരില്ല, ഇന്നേവരെ ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പേരില്ലാത്ത മരം. ഒരേ ജാതിയിൽപ്പെട്ട 2 മരങ്ങളാണ് അത്? അല്ല, ഏത് ജാതിയാണെന്ന് അറിയില്ല. ഇതൊരു പക്ഷേ ബ്രാഹ്മണ ജാതിയും പുലയ ജാതിയായിരിക്കാം ജാതി പറയുന്നവർക്ക്. അതല്ലെങ്കിൽ 2 മരങ്ങൾ. എന്തായാലും ഒരു പുരുഷനും ഒരു സ്ത്രീ എന്നപോലെ പരസ്പരം ഇണചേർന്ന് ആ സാന്ത്വനത്തിന്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അന്നു മുതൽ പ്രണയികൾക്ക് ഇവിടം പ്രിയങ്കരമായി. വേതാളത്തോട് വന്ന് സങ്കടം പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഹായം കിട്ടുമത്രേ. പ്രണയം സത്യസന്ധമാകണം എന്ന് മാത്രം. ഒരു ഉദാഹരണമാണ് ഞാൻ തന്നെ. എന്റെ വിവാഹം പ്രേമവിവാഹമായിരുന്നു. അതായത് ഞാൻ ഇവിടെ അപ്പൂപ്പന്റെ ആ ഭക്തനായത് തന്നെ അങ്ങനെയാണ്. കാരണം എന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 8 മക്കളടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ വളരെ വിദ്യാഭ്യാസം യോഗ്യത, വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ദരിദ്ര കുടുംബത്തിലെ മൂത്ത സന്തതിയാണ് ഞാൻ. അപ്പൊ എന്റെ മറ്റു ഇളയ കുട്ടികളെ കെട്ടിച്ചു വിടാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തിയൊന്നും എനിക്കില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ വന്ന് ഈ അപ്പൂപ്പന്റെ മുമ്പിൽ ഞാൻ 2 തുള്ളി കണ്ണുനീരൊഴുകി. എനിക്കത് ഇപ്പോഴും ഞാൻ അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ചക്കകം എന്റെ ജീവിതത്തിൽ പാടെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ലാസ്റ്റ് ഗൈഡിന്റെ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ ഞാൻ അതിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നോന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പണ്ട് ഞാൻ പാലക്കാട്ട് പോയി എഴുതിയിട്ട് വെറുതെ എല്ലാവരും പോയ കൂട്ടത്തിൽ എഴുതിയിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് എന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റിംഗ് ഓർഡറാണ് വരുന്നത്. പിന്നീട് അവിടെ ഇങ്ങോട്ട് എന്റെ ജീവിതത്തിൽ പടിപടിയായ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ എനിക്ക് എന്നേക്കാൾ അധിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള MA LLB കാരിയായ ഒരു ഭാര്യ എനിക്ക് കിട്ടി. അതെല്ലാം എന്റെ അപ്പൂപ്പന്റെ സഹായങ്ങളാണ്. അത് തന്നെ ഞങ്ങള് ഒരു കണ്ട് അവിടെ വെച്ച് സ്നേഹമായി. അപ്പൊ അത് ഞങ്ങൾ അപ്പൂപ്പന്റെ മുമ്പാകെ ഞാൻ ആരും കാണാതെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കുന്നു. അവിടെ നിന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് കോൺസ്റ്റബിളാണ്.